ഓം നമ ശിവായ. കണ്ണൂർ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. നിലവിലുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ശിവക്ഷേത്രത്തിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. ദക്ഷിണേന്ത്യയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ ജ്യോതിഷപരമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പരമ്പരാഗത രീതിയായ പ്രശ്നത്തിലൂടെ ഭക്തർ ഈ ക്ഷേത്രത്തിൽ പരിഹാരം തേടുന്നു. ക്ഷേത്രത്തിന് പുറത്ത് ഒരു പീഠത്തിൽ പ്രശ്നം നടത്തപ്പെടുന്നു. ക്ഷേത്ര ദർശന സമയം രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ 8:30 വരെയുമാണ്. അതിൽ തന്നെ സ്ത്രീകൾക്ക് വൈകിട്ട് 7:45 മുതൽ 8:30 വരെയാണ് അകത്ത് കയറി ശിവഭഗവാനെ ദർശിക്കാനുള്ള സമയം. ഇതിനൊരു കാരണമുണ്ട്. രാവിലെ ഭഗവാൻ ശിവൻ രാജാവായിട്ടാണ് വാഴുന്നത്. രാജാവിൻ്റെ മുൻപിൽ സ്ത്രീകൾ പോകാറില്ലായിരുന്നു. വൈകിട്ട് 7 മണി ശേഷം ശിവഭഗവാൻ പത്നി പാർവതി ദേവിയുടെ കൂട്ടത്തിൽ സന്തുഷ്ടനാണെന്നും അതിനാൽ സ്ത്രീ ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ സാധിച്ചു കൊടുക്കുമെന്നും പറയപ്പെടുന്നു. പുരാതന ശക്തിപീഠങ്ങളിൽ ഒന്നാണ് രാജരാജേശ്വര ക്ഷേത്രം. സതിയുടെ ആത്മാഹുതിയെ തുടർന്നുള്ള ഭഗവാൻ ശിവന്റെ താണ്ഡവത്തിന് ശേഷം സതിയുടെ തല വീണ സ്ഥലമെന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം വാസ്തുവിദ്യാ ശൈലിയുടെ മികച്ച ഉദാഹരണമാണ്. ഈ ക്ഷേത്രവും ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിന് വിധേയമായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ പ്രവേശന ഗോപുരത്തിൻ്റെ കവാടത്തിൽ കാണാം. ഈ ക്ഷേത്രത്തെ ആക്രമിച്ച സമയത്ത് പ്രധാന പൂജാരി ശ്രീകോവിലിനുള്ളിലിരുന്ന് രാവും പകലും മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ആ സമയത്ത് ഒരു കറുത്ത പാമ്പ് സൈന്യാധിപനെ കടിച്ചതായും ഓരോ സൈനികന്റെ മുമ്പിലും ഒരു മൂടിക്കെട്ടിയ സർപ്പം പ്രത്യക്ഷപ്പെട്ടു എന്നും ഐതിഹ്യം പറയുന്നു. അങ്ങനെ സൈന്യത്തെ നിശ്ചലമാക്കുകയും ക്ഷേത്രത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. പരശുരാമൻ സ്ഥാപിച്ച 64 ബ്രാഹ്മണ വാസസ്ഥലങ്ങളിൽ ഒന്നാണ് തളിപ്പറമ്പ് അഥവാ പെരുംചെല്ലൂർ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓം നമ ശിവായ.